ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വിക്രം എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു തിരിച്ചുവരവ് വന്നിരിക്കുകയാണ്. ഒരു പടവുമുണ്ട്. ആ പടത്തിൻ്റെ പേരാണ് വീരധീരസൂരൻ. പടം കണ്ടു. കുറച്ച് ലേറ്റായെന്നറിയാം. കാരണം നമ്മുടെ എമ്പുരാൻ്റെ ഓളത്തിൽ നടക്കുകയായിരുന്നു. പിന്നെ അതുമല്ല, അടുത്തുള്ള തിയേറ്ററിലൊന്നും പടമില്ല, ഫുള്ള് എമ്പുരാനാണ്. അത് കാരണം കുറച്ച് ഡിലേ ആയി. അങ്ങനെ പടം കണ്ടു. പടം കണ്ടിട്ട് വന്നേ ഉള്ളൂ. എന്താ പറയുക, അടിപൊളി, ഒരു രക്ഷയില്ല. പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ കുടുംബം. അവിടെ മൂപ്പിലാനുണ്ട്. മൂപ്പിലാനൊരു മകനുണ്ട്. ആ മകനെ, ആ കുടുംബത്തെ തീർക്കാനായിട്ട് ഒരു പോലീസുകാരൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ പോലീസുകാരൻ ഇവരെ തീർക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുടുംബം ഇങ്ങനെ പോലീസുകാരനെ തീർക്കാനായിട്ട് നടക്കുന്നു. പക്ഷേ രണ്ടും നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ രണ്ട് കുടുംബം സമീപിക്കുന്നത് ഒരു കൊട്ടേഷൻ എന്ന പോലെ സമീപിക്കുന്നത് വിക്രത്തിനാണ്. അതാണ് സ്റ്റോറി. വിക്രമാണെങ്കിൽ ഒരു പലചരക്കട നടത്തി ഒരു കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സാധാ മനുഷ്യനായിട്ടാണ് കാണിച്ചേക്കുന്നത്. അങ്ങേര് പക്ഷേ ഇതിനകത്ത് വിളയാട്ടം എന്ന് പറഞ്ഞാണല്ലോ, വേറെ ലെവല് വിളയാട്ടം. ആടിപ്പുളി, ഒരു രക്ഷയില്ല പടം. പിന്നെ ചെറിയ നെഗറ്റീവുകളൊക്കെ ഉണ്ട്, പറയാം. അങ്ങനെ പടം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് പിടിച്ചിരുത്താൻ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് വൈസ് ആയാലും ശരി, ഡയറക്ടർ വൈസ് ആയാലും ശരി, എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ അതിനകത്ത് പിടിച്ചിരുത്തി. പടം പിന്നെ അങ്ങോട്ട് ത്രൂ എൻഗേജിങ് ആയിട്ട് പോകും. അടിപൊളി ഒരു ത്രില്ലർ മൂഡിലാണ് പടം പോകുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് നല്ല നല്ല എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതലും സിംഗിൾ ഷോട്ടുകളാണ് കൂടുതലും കൈകാര്യം ചെയ്തിരിക്കുന്നവർ. ഇതിനു മുമ്പ് സിംഗിൾ ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അങ്കമാലി ഡയറസിനകത്ത് നല്ലൊരു സിംഗിൾ ഷോട്ടില്ലേ, ഇന്ന് നമ്മുടെ ആ ക്ലൈമാക്സ് പോർഷനിൽ വരുന്നത് എന്ന് പറഞ്ഞ പോലെ സിംഗിൾ ഷോട്ടുകളാണ്. അതെല്ലാം അവർ കോറിയോഗ്രാഫി ചെയ്തേക്കുന്ന വിധം, അത് നമുക്ക് സിനിമ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പടത്തിൽ പെട്ടെന്നൊരു ഈ നോൺ ലീനിയർ പടങ്ങളിലൊക്കെ കാണിക്കുന്ന പോലെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നൊരു സീനുണ്ട്. അത് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ടുണ്ടെന്ന് തോന്നും. ഒരു ഒരു നല്ല ലാഗ് തന്നെ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്തോ പടം അങ്ങോട്ട് നീങ്ങാത്ത പോലെ, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പടം കത്തിക്കയറുക എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഒരു പീക്ക് ലെവലിൽ നമ്മൾക്ക് അടുത്തടന്ന് ഈ ഫ്ലാഷ് ബാക്കിൻ്റെ ഇടയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് തോന്നും അടുത്തത് എന്താ സംഭവിക്കുന്നത്. അപ്പോഴേ ഈ ഫ്ലാഷ് ബാക്ക് കയറി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക് അടുത്ത് സംഭവിക്കും. കാരണം ഇത് നമുക്ക് മനസ്സിൽ തോന്നും ഇതിനു മുമ്പ് എന്താണ് ഇവരുടെ ഇതിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത്. വിക്രം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു പോകും. അത് കാരണം ഈ പടം സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരു എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും, എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചത്, ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ ക്ലൈമാക്സിനോട് തടുത്ത് വരുമ്പോഴത്തെ ഒരു 50 മിനിറ്റ്, എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. ത്രില്ലടിപ്പിച്ച് പണ്ടറടപ്പിച്ച് ക്ലൈമാക്സ് നമ്മൾ ശരിക്കും സാറ്റിസ്ഫാക്ഷനായി. ഒരു രക്ഷയില്ല, അടിപൊളി. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് എടുത്ത് പറയണം. പിന്നെ അതുപോലെ തന്നെ സുരാജ് ഏട്ടൻ, തമിഴ് അറിയത്തില്ലെങ്കിലും പുള്ളിക്കാരൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയം കൊണ്ട് അത് ഓവർകം ചെയ്യുന്നുമുണ്ട്. എസ് ജെ സൂര്യ അടിപൊളി, നായിക വേറെ ലെവല്. വിക്രം പിന്നെ പറയണ്ടല്ലോ, പുള്ളി എന്താണ്, പുള്ളിയുടെ ഫിസിക്കൊക്കെ ഒരു രക്ഷയില്ല. പുള്ളി നിക്കറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. പുള്ളിയുടെ ആ ബോഡിയൊക്കെ ഒന്ന് കാണണം, സിക്സ് പാക്ക്, ആ ഒരു ഓറ, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലാ. ഈ റോള് അങ്ങേർക്ക് വേണ്ടി എഴുതി വെച്ച പോലെ, എന്താ പറയുക, ടൈലർ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പം എന്താ വേണേലും നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.